നോക്കൂ, രണ്ടാമത്തെ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്, എങ്ങനെയുള്ള ഇക്വേഷനാണ് സെക്കൻഡ് ഡിഗ്രി ആവാത്തത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ചെറിയ കുറച്ച് കാര്യങ്ങൾ പ്രോബ്ലം ചെയ്തല്ലേ. നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഒരു രണ്ടാമത്തെ സമവാക്യം പല രീതിയിൽ നമുക്ക് അതിന് പരിഹാരം കാണും. അതിലൊരു മെത്തേഡാണ് വർഗത്തികവ് രീതി അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. വർഗത്തികവ് രീതി ഉപയോഗിച്ചിട്ട് നിർദ്ധാരണം ചെയ്യും. നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 20 അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് സിമ്പിളാ 5 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു 20 മൈനസ് 5 ഈക്വൽ ടു 50 അല്ലെ, സിമ്പിൾ ആയിട്ട്. എന്നാൽ എക്സ് സ്ക്വയറും എക്സും വന്നാൽ നമ്മൾ സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. എക്സ് സ്ക്വയർ ഉണ്ട് എക്സും ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ഈ കൊണ്ടുപോകും കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പറയാൻ പോകുന്നത്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 91. രണ്ടാമത്തെ സമവാക്യമാണ്. ഇതിൽ എക്സിന്റെ വില അല്ലെങ്കിൽ എക്സിന്റെ വിലകൾ കാണും. രണ്ട് വിലകൾ വരെ മാക്സിമം അല്ലെ. ഇവിടെ എക്സ് ഇല്ലാതെ എക്സ് സ്ക്വയർ പ്ലസ് 6 സമം 91 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ആറിന് അങ്ങോട്ട് കൊണ്ടുപോകാം. 91 6 പോയാൽ ബാക്കി 85 വരും. പിന്നെ റൂട്ട് എടുത്താൽ എത്രയാണ് ആ വാല്യൂസിലേക്ക്. ഓക്കെ, എന്നാൽ എക്സ് സ്ക്വയറും എക്സും വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകും കാര്യങ്ങൾ നടക്കും. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വർഗത്തികവ് രീതി. വർഗത്തികവ് രീതി ഉപയോഗിച്ച് സോൾവ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യന് പ്രത്യേകം ഉണ്ടാവണം. എക്സ് സ്ക്വയറും എക്സും ഒരു സൈഡിലായിരിക്കണം, മറു സൈഡിൽ സംഖ്യ മാത്രമായി. ഇനി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കണം എന്ന് ചെയ്യാം. എക്സ് സ്ക്വയറും എക്സും ഒരു സൈഡിൽ സംഖ്യ, ഇനി അവിടെ എക്സ് ആണെങ്കിൽ കൊടുത്താൽ എക്സ് സ്ക്വയറും എക്സും ഒരു സൈഡിൽ സംഖ്യ മറു സൈഡിലാണെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഇവിടെ 1 ആണെങ്കിൽ ഏറ്റവും എളുപ്പം 2 or 3 8 ആണെങ്കിൽ നമുക്ക് അതിനെ പിന്നെ ഡിവൈഡ് ഒക്കെ ചെയ്തിട്ട് മാറ്റേണ്ടി വരും. അപ്പോ ബെസ്റ്റ് ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ അവിടെ വെറും എക്സ് സ്ക്വയർ ആവുക. എന്നാൽ നമുക്ക് വർഗത്തെയും നല്ല എളുപ്പമാകും. ഇവിടെ നമ്പർ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഈ എക്സ് അവിടെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് വേറെ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഈവൻ നമ്പർ ആണെങ്കിൽ എളുപ്പം, അവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ പണി പോകും. അപ്പൊ എക്സ് സ്ക്വയറും എക്സും ഒരു സൈഡിൽ സംഖ്യ മറു സൈഡിലാണ്. അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഇത് എങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് 11 ഈക്വൽ ടു 20x. ഇങ്ങനെയാണെങ്കിലും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പറ്റും. വർഗത്തിൽ എക്സ് സ്ക്വയറും എക്സ് അപ്പുറത്താണ് അല്ലെ, ആ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എക്സ് സ്ക്വയർ മൈനസ് 20x ഇങ്ങോട്ട് വന്നു, മൈനസ് 20x ആയി, മൈനസ് ഇപ്പൊ എന്താണ് ഈ ഷേപ്പിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എക്സ് സ്ക്വയറും എക്സും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ താക്കുക, എന്നിട്ട് മറു സൈഡിൽ സംഖ്യ മാത്രമാണ്. ഇനി എങ്ങനെ അത് ചെയ്യുന്നതാണ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതി. ഓക്കെ, വർഗത്തികവ് രീതി നമ്മൾ എക്സിന്റെ വാല്യൂ കാണും. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് എടുത്ത് എഴുതി ശേഷം രണ്ട് ഭാഗത്തും നമ്മൾ ഒരു പ്രത്യേക നമ്പർ കൂട്ടും. ഇവിടെ എത്ര കൂട്ടുന്നു അത് ഇവിടെ കൂട്ടും, ഒരു കുഴപ്പമില്ല. അവിടെ കുറക്കുന്ന സംഖ്യ ഇവിടെ കുറച്ച്, അത് രണ്ടും ഈക്വൽ, അത് രണ്ടും സമമാണ്. രണ്ട് ഭാഗം തുല്യമാണെങ്കിൽ ഇവിടെ എത്ര കൂടിയോ അതുകൂടെ കൂട്ടിയാൽ മതി, ഇവിടെ എത്ര കുറച്ചോ അതുകൂടെ കുറച്ചാൽ മതി. അതാണ് സമവാക്യത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ കൂടുന്ന സംഖ്യ ഇവിടെ കൂടും. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ കൂട്ടിയാൽ നമുക്ക് വർഗത്തികവിലൂടെ പോകാൻ പറ്റില്ല. ഏത് സംഖ്യയാണ് ഇവിടെ കൂട്ടുന്നത് എന്നാണ് പറയാൻ. എക്സ് സ്ക്വയറും എക്സും സംഖ്യ മറുഭാഗം കറക്റ്റ് ആണ്, സെറ്റ് ആക്കിയത്. എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ എത്രയും നോക്ക്, എത്ര അല്ലെ, 6ന്റെ പകുതി എത്രയാണ്, ആ 3 അല്ല, 6ന്റെ പകുതി 3. ആ 3ന്റെ സ്ക്വയർ എത്രയാണോ അതാണ് നമ്മൾ കൂട്ടേണ്ടത്. എക്സ് സ്ക്വയറും എക്സും കൂടെ ഇത് സംഖ്യ മറുഭാഗത്ത് എഴുതി രണ്ട് ഭാഗത്തിൽ നമ്മൾ കൂട്ടും. ആ കൂട്ടേണ്ട നമ്പർ ഇങ്ങനെയാണ്. എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ എത്രയാണോ നോക്കുക, 6 അല്ലേ, 6ന്റെ പകുതി 3, അതിന്റെ സ്ക്വയർ നോക്കുക. പകുതി ഇത്ര സ്ക്വയർ, പകുതി എടുക്കുമ്പോൾ 3 സ്ക്വയർ, ആ 9 നോക്കുക. ആ 9 കൂട്ടിനോട് കൂടി ഇത് ഒരാളെ സ്ക്വയറായി മാറിയിരിക്കും. അതാണ് പ്രത്യേകത. ഞാൻ മാറിയില്ലെങ്കിൽ റൂട്ടിൽ കറക്റ്റ് നമ്മൾ കിട്ടൂല. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഇതാണ്.
എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണ്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതുപോലെ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പറഞ്ഞോക്കാം. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2ab 2 into a into b 2 into x into 2 then 3 2 into x into 3 plus b square. അങ്ങനെ എക്സ് സ്ക്വയർ വരും. ഈ ഗ്രൂപ്പ് കുറിച്ചൊക്കെ 6x പ്ലസ് 9 കണ്ടോ? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇതിനെങ്ങനെയാണ്? ഇതാണ് വർഗത്തികളുടെ പ്രത്യേകത. വർഗം തകഞ്ഞു വരും. വർഗം ഫുള്ളായിട്ട് കണ്ടോ? ഇതുവരെ സ്ക്വയർ നോക്കുക. ഇതിന്റെ ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എഴുതാം. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ 100 ആണെങ്കിൽ എക്സ് പ്ലസ് 3 സമം പ്ലസ് ഓർ മൈനസ് 100ന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് 10 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 സമം പ്ലസ് 10 ഓർ എക്സ് പ്ലസ് 3 സമം മൈനസ് 10. ഇവിടെ എക്സ് എന്നത് കിട്ടും 10 മൈനസ് 3 എക്സിന്റെ വില 7 കിട്ടും അല്ലെ? അല്ലെങ്കിൽ എക്സ് സമം മൈനസ് 10 മൈനസ് 3 എത്ര കിട്ടും? മൈനസ് 13. എക്സിന്റെ വില മൈനസ് 13 അല്ലെങ്കിൽ പ്ലസ് 7 7 കൊടുത്താലും 13 മൈനസ് 13 കൊടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇങ്ങനെയാണ് പറഞ്ഞത്. എക്സ് സ്ക്വയർ പ്ലസ് 14x സമം 15. എങ്ങനെ ചെയ്യാം? ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് 14x സമം 15 എഴുതാം. രണ്ട് ഭാഗത്തും ഒരു സംഖ്യ കൂട്ടണം അല്ലേ? എങ്ങനെ കൂട്ടാം? എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ 14, അതിന്റെ പകുതി 7. 7ന്റെ സ്ക്വയർ എത്രയെ? 49. അപ്പൊ 49. അപ്പൊ എത്ര? 64. കണ്ടാ? ഒരാളുടെ സ്ക്വയർ. ഇത് എക്സിന്റെ സ്ക്വയർ അല്ലേ? ഇത് ഏതിന്റെ സ്ക്വയർ ആണ്? 7ന്റെ. ഇത് എക്സിന്റെ സ്ക്വയർ ആണ്. ഇത് 7ന്റെ സ്ക്വയർ ആണ്. പ്ലസ് ആണ് എങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ്. എക്സിന്റെത് 7ന്റെ. അപ്പൊ എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ സമം 64. എക്സ് പ്ലസ് 7 സമം 64 റൂട്ട് എടുക്കുക. 64 റൂട്ട് പ്ലസ് ഓർ മൈനസ് 64 അല്ലേ? പ്ലസ് ഓർ മൈനസ് 8. എക്സ് പ്ലസ് 7 സമം പ്ലസ് 8 ആകാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 7 സമം മൈനസ്. ഇത് സോൾവ് ചെയ്താൽ എക്സ് സമം പ്ലസ് 1 കിട്ടും. ഇത് മൈനസ് 8 മൈനസ് 7 മൈനസ് 15. എക്സ് സ്ക്വയർ മൈനസ് 10x സമം 119 ആണ് അല്ലെ? ഒരു പ്രാവശ്യം ചെയ്ത ഒപ്പം വരുന്ന സംഖ്യ എക്സിന്റെ ഒപ്പം 10ന്റെ പകുതി 5ന്റെ സ്ക്വയർ 25 കൂട്ടുക. രണ്ട് ഭാഗം 144 കൂട്ടിയ വരും. ഇത് എക്സിന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ്, മൈനസ് ആണ്, അതുകൊണ്ട് ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ സമം 144. അതുകൊണ്ട് എക്സ് മൈനസ് 5 സമം പ്ലസ് ഓർ മൈനസ് 150 കൂട്ടത്തില 12. ഇവിടെ എക്സ് മൈനസ് 5 സമം 12 ഓർ എക്സ് മൈനസ് 5 സമം മൈനസ് 12 കിട്ടും. ഇവിടെ എക്സ് സമം 12 പ്ലസ് 5 17. ഇവിടെ എക്സ് സമം മൈനസ് 12 പ്ലസ് 5 വരുമ്പോ മൈനസ് 7. ഓക്കെ, 17 മൈനസ് 7 ആണ് ഇതിന്റെ ആൻസർ. y സ്ക്വയർ മൈനസ് 16y പ്ലസ് 39 സമം 0. വർഗത്തിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിന്റെ പ്രത്യേകത y സ്ക്വയറും y ഒരു സൈഡിൽ സംഖ്യ മാത്രം മറുസൈഡിലാവണം. അങ്ങനെയല്ല അല്ലെ? അങ്ങനെ ആവശ്യം y സ്ക്വയറും y വരുന്ന ടേം y സ്ക്വയർ മൈനസ് 16 ഒരു സൈഡിൽ. അപ്പുറത്തെ 0 ഉണ്ട്, പ്ലസ് 39 മൈനസ് 39 അല്ലെ? അപ്പൊ y സ്ക്വയർ മൈനസ് 16y സമം മൈനസ് 39. ഇങ്ങനെ ആക്കണം. ഇങ്ങനെ സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോയാലേ നമുക്ക് വർഗത്തേക്ക് പറ്റുള്ളൂ. ഇനി 16ന്റെ പകുതി 8ന്റെ സ്ക്വയർ 64. ഇവിടെ ഇത് കൂട്ടുമ്പോ മൈനസും പ്ലസും ആണ് തമ്മിൽ കുറയും അല്ലെ? 64 39 പോകും. ബാക്കി 25 കിട്ടും. ഇത് വൈയുടെ സ്ക്വയർ ആണ്, ഇത് 8ന്റെ സ്ക്വയർ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കും. y മൈനസ് 8 ഹോൾ സ്ക്വയർ 25 ആണ്. ബാക്കി കാര്യങ്ങൾ സ്ക്വയർ ഉണ്ട്. y മൈനസ് 8 സമം പ്ലസ് ഓർ മൈനസ് 25 റൂട്ട് 5. y മൈനസ് 8 സമം പ്ലസ് 5 ഓർ y മൈനസ് 8 സമം മൈനസ് 5. ഒന്ന് y സമം 8 പ്ലസ് 5 13.
ഇവിടുന്ന് -5 + 8 ആണ് വരിക. അതിന്റെ ഉത്തരം +3 ആണ്. ഓക്കെ, 13 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 288 ആണ്. ആ സംഖ്യകൾ ഏതെല്ലാം? The product of two consecutive even number gives 288. What are the numbers? ഇരട്ട സംഖ്യ നമുക്കറിയാം, രണ്ട് വീതം അങ്ങനെ കൂടി പോകും അല്ലെ. 10 കഴിഞ്ഞാൽ 12, 14 അങ്ങനെ. ഒരു ഈവൻ നമ്പർക്ക് രണ്ട് കൂട്ടിയാൽ അടുത്ത ഈവൻ നമ്പർ 66. അടുത്ത ഉണ്ടെങ്കിൽ രണ്ടും കൂട്ടും, രണ്ടും കൂട്ടി ഇങ്ങനെ പോകും. അപ്പൊ ഏതോ രണ്ട് ഈവൻ നമ്പറുകളുടെ കഥയാണ്. അപ്പൊ ഒന്ന് എക്സ് എടുക്കുക, അതിന്റെ അപ്പുറത്ത് നമുക്ക് x+2. എക്സും x+2 തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യ. ആ രണ്ട് ഈവൻ നമ്പേഴ്സ് ഗുണിച്ചാൽ 288 കിട്ടും എന്ന് പറയുന്നു. ഏതൊക്കെ രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് നമുക്കറിയാം. തൽക്കാലം അത് ഒന്ന് എക്സ് ആണ്, അതിനപ്പുറത്ത് x+2 ആണ്. ഓരോന്നും കൂടല്ല, എണ്ണൽ സംഖ്യയുടെ ഓരോന്നോ കൂടെ അല്ലെ. 5, 6, 7 ഇരട്ടയാണെങ്കിലോ 4, 6, 8, 10. അപ്പൊ ഇതൊരു ഇരട്ടയാണെങ്കിൽ എഴുതിയാൽ മതി. അപ്പൊ തന്നെ അപ്പുറത്തെ ഇരട്ടയായിരിക്കും. ഇത് ഒറ്റയാണെങ്കിലോ 3, അടുത്ത ഒറ്റ ഉണ്ടെങ്കിലോ 2 കുട്ടിയാണ് 5, 7 കണ്ടോ. ഇത് ഇരട്ടയാണെങ്കിൽ ഇത് ഇരട്ടയായിരിക്കും, ഇത് ഒറ്റയാണെങ്കിൽ അത് ഒറ്റ. അപ്പൊ ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ ഇല്ല. അപ്പൊ x+2 അപ്പൊ എക്സും x+2 ആണ് അടുത്തുള്ള രണ്ട് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അവ തമ്മിൽ കുളിച്ചാൽ എക്സും x+2 ഇല്ലേ, അവ തമ്മിൽ കുളിച്ചാൽ 288 കിട്ടുന്നതാണ്. അപ്പൊ എക്സിന്റെ x+2 280. ഇത് ഇങ്ങോട്ട് ഉള്ളിൽ കൊടുക്കുക. x² + 2x = 280. ഇവിടെ x ഇല്ലെങ്കിൽ നമുക്ക് x² + 2 = 288. രണ്ടാമത്തെ കൊണ്ടായിട്ട് ചെയ്ത് റൂട്ട് എടുത്താൽ x² x ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ കമ്പീഷൻ മെത്തേഡ് വർഗ്ഗത്തീവ് പഠിച്ചു അല്ലെ. അല്ലാതെ വേറെ മെത്തേഡ് വരുന്നുണ്ട്. നമുക്ക് വർഗ്ഗത്തീവ് ചെയ്യാം. ഇങ്ങനെയാ x² x വേറിട്ടാണ് ഇവിടെ എഴുതാം. സംഖ്യ അപ്പുറത്തേക്ക് രണ്ട് ഭാഗത്തും കൂടും. എത്രയാണോ എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ 2, അതിന്റെ പകുതി 1, അതിന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ ഒന്നല്ലേ. അപ്പൊ ഇത് 289 ആവും. ഇത് പിന്നെ ഇത് ഏതിന്റെ സ്ക്വയർ? എക്സിന്റെ സ്ക്വയർ. ഇത് 1ന്റെ സ്ക്വയർ ആണ്, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഹോൾ സ്ക്വയർ. x+1 ഹോൾ സ്ക്വയർ 289 ആണ്. അതുകൊണ്ട് x+1 = 289 +or - റൂട്ട് 289 റൂട്ട് 17 അല്ലെ. x+1 = x+1 + 17, x+1 = -17. ഇവിടെ x 16 കിട്ടും. അവിടെ x -17 -1 -17 -1 ഇത് എക്സിന്റെ വിലയാണ്, അതും എക്സിന്റെ തന്നെ വില. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ, നമ്മൾ എടുത്ത രണ്ട് സംഖ്യകളില്ലേ അതിലെ ആദ്യത്തെ സംഖ്യ ചെറിയ സംഖ്യയാണ് എക്സ്. ഇതാണ് 16. ഇത് 16 ആണെങ്കിൽ എത്ര ഉണ്ടാവും? നമ്മൾ കരുതി എക്സ് 16 ആണെങ്കിൽ അതിന്റെ അപ്പുറത്തെ ആള് 16ക്ക് 2 കൂട്ടി എത്രയില്ല? 18. അപ്പൊ 16ഉം 18ഉം ആണ് നമ്മുടെ ആൻസേഴ്സ്, ഈവൻ നമ്പേഴ്സ് അടുത്തുള്ളതാണ്. ഇനി അതല്ല എങ്കിൽ x = -18. -18 ആണെങ്കിൽ ഇത് എത്രയാണോ? -18ക്ക് 2 കൂട്ടും. x+2 കാണണ്ടേ? -18ക്ക് 2 കൂട്ടുമ്പോ -16 ആയി. -16. അപ്പൊ സംഖ്യ -18ഉം -16. ഇതും ആൻസർ ആണ്, ഇതും ആൻസർ ആണ്. നാഷണൽ സംഖ്യകൾ എന്ന് പറഞ്ഞില്ല. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതേ വരുള്ളൂ, എണ്ണൽ സംഖ്യ. ഓക്കെ, അപ്പൊ ഇതും രണ്ടും കുടിച്ചാല് കറക്റ്റ് ഇരട്ട സംഖ്യ കുടിച്ചാൽ നമുക്ക് 285 ഇത് കുടിച്ചാൽ ഇതും ആൻസർ ആണ്, ഇതും ആൻസർ. ഇനി തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളാണെങ്കിലോ അപ്പൊ ഇതും ഇത് ഒറ്റ എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും രണ്ടൊറ്റകൾ കിട്ടാം. അടുത്ത ദിവസം 6ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 729 കിട്ടും എങ്കിൽ സംഖ്യ 9 is added to the product of two consecutive multiples of 6 gives 729. What are the numbers? 6ന്റെ ഗുണങ്ങളാണ്. 6ന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 6 വീതം കൂടി 6, 12, 18 5ന്റെ ഗുണാണെങ്കിലോ 5 വീതം കൂടി 5, 10, 15 4ലാണെങ്കിൽ 4 വീതം അല്ലെ. അപ്പൊ 6ന്റെ ഗുണങ്ങൾ അടുത്തുള്ള രണ്ട് ഗുണങ്ങൾ കുടിച്ചിട്ട് അതിനോട് 9 കൂട്ടിയപ്പോ
729 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതെല്ലാം? 6ന്റെ ഒരു ഗുണിതം കിട്ടിയാൽ അടുത്ത കിട്ടിയ ഒരു കുഴപ്പമില്ല, 6 കൂട്ടിയാൽ മതി. ആ ഒരു ഗുണിതം ഏതാന്ന് നമുക്കറിയാം. അതുകൊണ്ട് 6ന്റെ ഒരു ഗുണിതത്തിൽ നമുക്ക് എക്സ് കിട്ടും. എക്സ് 6ന്റെ ഗുണിതാണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 6. അപ്പൊ എക്സും എക്സ് പ്ലസ് ആറുമാണ് 6ന്റെ തുടർച്ചയായ 2 ഗുണിതങ്ങൾ. ക്വസ്റ്റ്യൻ പറയുന്നു അവർ തമ്മിൽ ഗുണിച്ചിട്ട് അതിലേക്ക് 9 കൂട്ടിയാൽ 729. അപ്പൊ എക്സും എക്സ് പ്ലസ് ആറും ഗുണിച്ചിട്ട് അതിലേക്ക് 9 കൂട്ടിയാൽ 729 കിട്ടും. ഇത് 6ന്റെ ഗുണം, തൊട്ടപ്പുറത്ത് 6ന്റെ ഗുണം കിട്ടണമെങ്കിൽ 6 കൂട്ടിയാൽ മതി. അതാണ് അടുത്ത 2 ഗുണം. ഗുണിച്ചിട്ട് 9 കൂട്ടി 729. നമുക്ക് ചെയ്യാം. എക്സും എക്സും ഗുണിക്കുക എക്സ് സ്ക്വയർ, എക്സും 6 ഗുണിച്ചാൽ 6x, ബാക്കി അതുപോലെ 720. ഇപ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ എക്സും എക്സും ഇവിടെ സംഖ്യ അപ്പുറത്താണ് നമ്മൾ സാധാരണ വർഗത്തേക്ക് അല്ലെ. അങ്ങനെ നമ്മൾ സംഖ്യ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി വർഗത്തികവിൽ റെഡിയാണ്. എക്സും എക്സും സംഖ്യ മാത്രം അവിടെയാണെങ്കിൽ നമ്മൾ 2 ഭാഗത്തിന് പകുതി സ്കോർ കൊടുക്കും. എക്സിന്റെ പകുതി 6ന്റെ പകുതി 3ന്റെ സ്കോർ 9 കൂട്ടും അല്ലെ. ഈ 9 ഇവിടെ കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭാഗം കൂട്ടേണ്ട, ഇത് ഓൾറെഡി സെറ്റാണ്. എങ്കിൽ നമുക്ക് 729 അതുപോലെ ചെയ്യാം. ഇത് ഏതിന്റെ സ്ക്വയറാ? എക്സ്. ഇത് ഏതിന്റെ സ്ക്വയറാ? 3. പ്ലസ് ആയതുകൊണ്ട് പ്ലസിൽ പോകും. അതാ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ 729 ആണ്. അതുകൊണ്ട് എക്സ് പ്ലസ് 3 സമം 729ന്റെ റൂട്ട് എടുക്കുക, പ്ലസ് ഓർ മൈനസ് 729ന്റെ റൂട്ട് 27. ഓക്കെ. അപ്പൊ എക്സ് പ്ലസ് 3 സമം 27 ആകുമ്പോ പ്ലസ് 27 ചെയ്യാം. എക്സ് പ്ലസ് 3 സമം മൈനസ് 27. ഇവിടെ എക്സ് സമം 24 കിട്ടും. ഇവിടുന്ന് എക്സ് സമം കിട്ടും മൈനസ് 27 മൈനസ് 3 മൈനസ് 30. 24 ആണ് ഒരു ഗുണിതം 6ന്റെ. ഇത് 24 ആണെങ്കിൽ അതിനപ്പുറത്ത് കിട്ടുന്ന 6 കൂട്ടിയാൽ മതി. 24 ആണെങ്കിൽ അടുത്തത് 30 കിട്ടും. കണ്ടാ? ഇനി മൈനസ് 30 ആണ് 6ന്റെ ഗുണിതം. മൈനസ് 30 എങ്കിൽ അതിൽ 6 കൂട്ടുമ്പോ മൈനസ് 6 കൂട്ടുമ്പോ മൈനസ് 24 ഇടാം. മൈനസ് 30 പ്ലസ് 6 മൈനസ് 24. ഇതേ ഉത്തരങ്ങൾ തന്നെയാണ് അവിടെ വരിക. മാറ്റി ഒരു ചിഹ്നം മാറും. ഓക്കെ, ഇതാണ് ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 9, 11, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണികൾ. ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയോട് കൂടെ 16 കൂട്ടിയപ്പോൾ 256 കിട്ടും. എങ്കിൽ എത്ര പദങ്ങളാണ് കൂട്ടിയത്? 16 added to the sum of first few terms of the every sequence 9, 11, 13 etc. gave 256. How many terms were added? 9, 11, 13 അങ്ങനെ പോകണം. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങൾ കൂട്ടിയിട്ട് ആ ഉത്തരത്തിലേക്ക് ഒരു 16 കൂടി കൂട്ടിയപ്പോൾ എത്രയാണോ? 256 ആയി. അങ്ങനെയാണെങ്കിൽ എത്ര പദങ്ങൾ എടുത്താണ് കൂട്ടിയത്? ആദ്യത്തെ 2 പദങ്ങൾക്ക് കൂട്ടിയത് എടുത്താൽ അത് നമ്മൾ കൂട്ടിയാൽ 20. അതിക്കൊരു 16 കൂട്ടിയത് കിട്ടില്ലല്ലോ. 3 കൂട്ടാം. 20, 13, 33, 16 കൂട്ടിയത് കിട്ടില്ല. 4 കൂട്ടിയിട്ട് അതിക്കൊരു 16 അല്ലെങ്കിൽ 5, 6 അല്ലെങ്കിൽ 9. ആദ്യത്തെ കുറച്ച് പദങ്ങൾ കൂട്ടിയിട്ട് അതിനൊപ്പം ഒരു 16 കൂടെ കൂട്ടി ചേർത്തപ്പോൾ 256 ആയി. എങ്കിൽ എത്ര പദങ്ങളാണ് കൂട്ടിയതെന്നാണ് ചോദ്യം. ഓക്കെ, എത്ര പദങ്ങളാ കൂട്ടിയത് അറിയാം. കുറച്ച് പദങ്ങൾ എസ് എൻ പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് എൻ, അതിന്റെ കൂടെ ഒരു 16 കൂടെ കൂട്ടിയപ്പോഴാണ് 256 ആയത് അല്ലെ. ഈ 156 നടക്കട്ടെ 16 എസ് എൻ കാണാൻ ഇക്വേഷൻ, കുറെ ഇക്വേഷൻ അല്ലെ. n/2 x1 plus xn into n/2 2f plus n minus 1 into square. നമുക്ക് ഇതിന് പകരം n/2 2f plus n minus 1 into d ചെയ്യും. എത്ര പദങ്ങളുടെ എന്നറിയില്ല, എന്നെ അതുപോലെ ഇല്ല.
2f 2 into f പറഞ്ഞാൽ f ന്റെ വില 16 ആണ്. n-1 അറിയില്ല into d ആണ്. d എത്രയാണ്? 2. ഇത്രയും കഴിഞ്ഞു. പിന്നെ പ്ലസ് 16 256 n/2 ഇത് കുറിച്ചാൽ 18. ഈ രണ്ടും ഇങ്ങോട്ട് കുറിച്ചോക്കാം 2 ഇങ്ങോട്ട് കുറിച്ചോക്കാം -2. ബാക്കിയൊക്കെ അതുപോലെ ഇല്ല അല്ലേ? n/2 എഴുതുന്നു. ഈ 2 അതുപോലെ 18 2 കുറക്കാം. അപ്പൊ ബാക്കി 16 ഈക്വൽ ടു 280. ഇനി 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ n/2 ഉള്ളിൽ കൊടുക്കും. n/2 ഉള്ളിൽ കുറിച്ചോക്കാം n/2 into 2 ഇതാ n/2 into 2. അടുത്ത n/2 into 16. n/2 into 16 ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ബാക്കിയുള്ള അതുപോലെ ഇത് ഇങ്ങോട്ട് ചെല്ലില്ല, ഇവിടെ വരെ പോകും കേട്ടോ. ബാക്കി പ്ലസ് 16 പ്ലസ് 16 ഈക്വൽ ടു 280 അല്ലെ? ഈ രണ്ടും വെട്ടാം, ഈ രണ്ടും ഇത് വെട്ടാം. അവിടെ ഇട്ട് ഇവിടെ പിന്നെ എന്നും n സ്കോർ ഉണ്ട്. ഇവിടെ ഇപ്പൊ n-ഉം 8 ഉണ്ട്, 8 n ഉണ്ട്. പിന്നെ ബാക്കി ഒരു 16 256. നമ്മൾ എക്സ് സ്കോർ പറഞ്ഞ മാതിരി എം സ്കോർ n വരുന്ന എക്സ് വരുന്ന മാതിരി എക്സിന്റെ പകുതിന്റെ സ്കോർ 2 ഭാഗത്തും കൂട്ടിയാണ് പഠിച്ചേ. ഇവിടെ n-ന്റെ പകുതി എത്രയാണ്? 8-ന്റെ പകുതി 4, 4-ന്റെ സ്കോർ 14. ആ 16 ഇവിടെ കൂട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ റെഡിയാണ്, നമ്മൾ ഭാഗം കൂട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഇത്ര നോക്കി, ഇത് n സ്കോറാ? n സ്കോർ ആയതാ n-ന്റെ, 16 ആയതാ 4-ന്റെ. ആ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് n+4 ഹോൾ സ്ക്വയർ സമം 286. അതുകൊണ്ട് n+4 സമം പ്ലസ് ഓർ മൈനസ് 286 ആണ്. നെഗറ്റീവ് ആണ്, എണ്ണം നെഗറ്റീവ് ആവില്ല. എണ്ണമല്ലേ കണ്ടേ എത്ര പദങ്ങളാ കൂട്ടിയതാണ്. അപ്പൊ 286 റൂട്ട് എടുക്കുക. എത്രയില്ല? 286 റൂട്ട് 16. n+4 16 n സമം 16 മൈനസ് 4 എത്രയില്ല? 12. എണ്ണം 12. n ഈക്വൽ ടു 12 ആണ്. 12 ആദ്യത്തെ 12 പദങ്ങളില്ലേ ആ കൂട്ടിയ ഉത്തരവും 16 കൂട്ടിയാലാണ് എത്രയും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ക്വസ്റ്റ്യനുമായിട്ട് പുതിയ കൺസെപ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ തിരിച്ചു.